സാധാ ഫ്രോക്ക് അതിൻ്റെ അടിയിൽ ഒരു ഫ്ലയർ ഇട്ടുള്ള ഒരു ചെറിയ ലെയറും കൂടെ കൊടുത്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് തയ്ക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ തുണി 4ആയിട്ട് മടക്കി അതിൻ്റെ മടക്ക് ഭാഗം നമുക്ക് നേരെ വെക്കണം കേട്ടോ. ആദ്യം നമ്മൾ 4ആയിട്ട് മടക്കി 1 2 ഇതുപോലെ തന്നെ ഇവിടെ 2 നമ്മുടെ മടക്ക് വശം നമ്മുടെ നേരെ വരണം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ എടുത്തേക്കുന്നത് 7 കേട്ടോ. ഷോൾഡറിൻ്റെ അളവ് എടുത്തതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ ആം ഹോള് അളന്ന് വരയ്ക്കണം. അത് പോയിന്റ് ചെയ്തു. അതിനുശേഷം ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്കുള്ള ആ പോയിന്റ് നമ്മളൊന്ന് വരച്ചിടണം. അത് വരച്ചതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് സൈഡിലോട്ട് നമ്മൾ ചെസ്റ്റ് അളവാണ് അവിടെ വരുന്നത്, അതാദ്യം അങ്ങ് വരച്ചിട്ടേക്കണം. ഇതാണ് പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചിടണം. അതിനുശേഷം നമ്മളിനി ചെസ്റ്റ് അളവാണ് ഈ പോയിന്റിൽ, ഈ വരയ്ക്കുന്ന പോയിന്റിലേക്ക് ചെസ്റ്റ് അളവാണ് നമ്മളിനി കൊടുക്കുന്നത്. ഈ ചെസ്റ്റ് അളവ് നമ്മൾ ഈ മടക്കിയിരിക്കുന്ന തുമ്പിൽ നിന്നും നമ്മൾ ആം ഹോള് വരച്ച ആ പോയിന്റ് വഴി എടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ നിന്ന് കണ്ടോ, ആം ഹോള് വരച്ചിരിക്കുന്ന ആ വരയുടെ നേരെ തന്നെ എടുക്കണം. അപ്പോൾ എൻ്റെ അളവ് ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട തയ്യൽ തുമ്പാണ്. ആ തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ച് വെച്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇവിടെ 2 ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറക്കം അടയാളപ്പെടുത്തണം. ഇറക്കം അടയാളപ്പെടുത്താൻ മേളിൽ നിന്ന് ഞാനിത് ചെയ്യുന്ന ഫ്രോക്ക് ഒറ്റ ലെവലിലല്ല കേട്ടോ, ഞാനത് ചെയ്യുന്നത് യോക്ക് ഭാഗം ഇട്ടാണ്. അപ്പോൾ യോക്ക് സെപ്പറേറ്റ് നമ്മൾ ആദ്യം വെട്ടിയെടുത്തതിന് ശേഷമാണ് താഴെ സ്കേർട്ടിൻ്റെ ഭാഗം എടുക്കുന്നത്. അപ്പോൾ എൻ്റെ യോക്ക് ഭാഗം എന്ന് പറയുന്നത് ഇവിടെയായിട്ട് വരും എൻ്റെ അളവ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് എടുക്കുന്ന അളവല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അളവ് പറയാത്തത്. ആ അളവിൽ നിന്ന് ഞാനൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നുണ്ട്. അപ്പോൾ ആ തയ്യൽ തുമ്പും കൂടെ വിട്ട അളവിൽ നിന്ന് വേണം എനിക്ക് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അത് എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ അളവിൽ നിന്ന് ഞാൻ നേരെ ഒരു സ്കെയിൽ വെച്ച് ഞാൻ ഈ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത് ഞാൻ അല്ലാതെ വരച്ച് ചെയ്യുമ്പോൾ ചെരിവ് വരാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത്. നല്ലതായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ നേരെ അങ്ങ് വരച്ച് വിടുന്ന കാണാറുണ്ട്. പക്ഷേ എനിക്കത് അത്ര വശമായിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അവിടുത്തെ ആ ഷേപ്പ് വണ്ണം ഒന്ന് അടയാളപ്പെടുത്തി അതിൽ നിന്നും തയ്യൽ തുമ്പ് 2 ഇഞ്ച് വിട്ടു. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് ഷേപ്പ് അളവും തമ്മിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ചെസ്റ്റ് അളവിൽ നിന്ന് ഈ ഷേപ്പ് അളവിലേക്ക് ഒരു വര വരയ്ക്കുക. അതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നിടത്ത് നിന്ന് താഴത്തോട്ട് നേരെ ഒരു വര വരയ്ക്കുക. അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നെക്കാണ്. നെക്ക് എടുക്കാനായിട്ട് ആദ്യം നെക്കിൻ്റെ വിട്ട് എടുക്കണം. നെക്കിൻ്റെ വിട്ട് നോർമൽ അഡൾട്ടിന് വേണ്ടി വരുന്നത് ഒരു 3 ഇഞ്ചായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ നെക്കിൻ്റെ അളവെടുക്കാം. 3 ഇവിടെ അടയാളപ്പെടുത്തി. അത് നെക്ക് സൈഡിൽ നിന്ന് വേണം കേട്ടോ എടുക്കാൻ, നെക്കിൻ്റെ ഭാഗത്തു നിന്ന് വേണം ആ അളവെടുത്തെടുക്കാൻ. എന്നിട്ട് നേരെ താഴത്തോട്ട് നമുക്ക് നെക്ക് എത്ര വേണം, ഞാൻ എൻ്റെ പുറകിലും ഫ്രണ്ടിലും കൂടെ സെയിം അളവിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ താഴത്തോട്ട് ആ ഒരൊറ്റ അളവെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പുറകിലും ഫ്രണ്ടിലും വേറെയാണ് അളവെങ്കിൽ നമ്മൾ 2 വര വരയ്ക്കണം. ഇപ്പം ഞാൻ രണ്ടും സെയിം അളക്കുന്നതുകൊണ്ട് എനിക്ക് ഒറ്റ വരയുടെ ആവശ്യമുള്ളൂ. ഇനി നമ്മളെടുത്ത വിട്ടിൽ നിന്ന് ഇപ്പം എടുത്ത കഴുത്തിറക്കം നമ്മൾ വരച്ചിടണം. അത് ഒരു ബോക്സ് പോലെ ആക്കണം. അത് ബോക്സ് ആക്കിയിട്ട് നമ്മളതിന് ഷേപ്പും കൊടുക്കണം. ആ ഷേപ്പിൽ കൂടെ വേണം നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ എനിക്കൊരു ബോക്സ് ആയിട്ടില്ലേ. അപ്പോൾ ഇനി ആ ബോക്സിൽ നിന്ന് നമ്മൾ ശരിക്കും ഒന്ന് കുഴിച്ച് അതിൻ്റെ ഷേപ്പിലൊരു, ഞാൻ റൗണ്ട് ഷേപ്പാട്ടോ കൊടുക്കുന്നത്, എനിക്ക് റൗണ്ട് നെക്കാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൗണ്ട് ഷേപ്പ് കൊടുക്കും. കൈക്കുഴി വരച്ചുള്ളായിരുന്നു, കൈക്കുഴി കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഷേപ്പിനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൈക്കുഴിക്ക് കൊടുക്കാം. ആ ചെസ്റ്റ് അളവ് എടുത്ത ആ പോയിന്റിലേക്ക് വേണം നമ്മൾ കുഴിച്ച് വരയ്ക്കാനായിട്ടോ. അപ്പോൾ അത് വളരെ പതിയെ 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് ആ വെട്ടിയ ബോക്സിൽ നിന്ന് നമ്മളൊരു ഷേപ്പ് കൊടുത്ത് ആദ്യത്തെ ആ ചെസ്റ്റ് അളവിലേക്ക് മുട്ടിക്കണം. എന്നിട്ടാണ് അത് കുഴിച്ച് നമ്മൾ വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, നല്ലോണം കുഴിച്ച് ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴുത്തിനും ശരിക്കും നല്ലൊരു റൗണ്ട് കൊടുക്കണം. കഴുത്തിന് ഞാനിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ചോക്ക് വെള്ള ചോക്കാട്ടോ. അപ്പോൾ ഈ
ഈ ഉടുപ്പിൽ അത് തെളിഞ്ഞ് കാണില്ല എന്ന് തോന്നിയിട്ട് ഞാൻ പെൻസിലും പേനയൊക്കെ വെച്ചാട്ടോ അടയാളപ്പെടുത്തണം. എൻ്റെ കയ്യിൽ കളർ ചോക്കില്ല. അപ്പോൾ തയ്യലൊക്കെ തുടങ്ങിയുള്ളൂ, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ പേന വെച്ചാൽ എനിക്ക് നല്ലോണം കാണാം, പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ കഴുത്തും കൈക്കുഴിയൊക്കെ നല്ലോണം കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് വെട്ടാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് കൈക്കുഴി വെട്ടാം. അപ്പോൾ നമ്മൾ ആ ഷേപ്പ് കൊടുത്ത് കുഴിച്ച് വരച്ച ആ സെയിം അളവിൽ കൂടെ ഇങ്ങനെ കുഴിച്ച് കത്രികയുടെ തുമ്പ് വെച്ച് വെട്ടി പോകുമ്പോൾ നമുക്ക് കത്രിക തിരിച്ചെടുക്കേണ്ട വരില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഇറക്കം വരെ എത്തി. ഇനി നമുക്ക് കഴുത്ത് വെട്ടാം. കഴുത്തിൽ 2 അളവാണെങ്കിൽ ആദ്യത്തെ കുറഞ്ഞ അളവ് വെട്ടിയിട്ട് അത് അടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേണം കേട്ടോ വലിയ അളവ് മുറിക്കാനായിട്ട്. ഫ്രണ്ടിലായിരിക്കും കൂടുതൽ അളവെങ്കിൽ ആ ഫ്രണ്ട് ബാക്കും കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഫ്രണ്ടിലെ അളവ് മുറിക്കാൻ. ഇപ്പം എനിക്ക് സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നിച്ചെടുത്ത് വെട്ടാം കേട്ടോ. അപ്പോൾ കഴുത്തും കൈക്കുഴിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇറക്കത്തിൽ നിന്ന് അതങ്ങ് വിടിയിച്ചെടുക്കാം. ഇറക്കത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ സൈഡ് ഒന്ന് കേർവായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ തയ്ച്ച് നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു ഷേപ്പ് ഉണ്ടാവും, ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ യോക്ക് ഭാഗം ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് താഴത്തോട്ടുള്ള ഭാഗം എടുക്കാം കേട്ടോ. താഴത്തോട്ടുള്ള ഭാഗത്തിൽ ഞാൻ 2 ആയിട്ടാണ്, 2 എന്ന് പറഞ്ഞാൽ വലിയ പാട്ടായിട്ടല്ല, ചെറിയ പാട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യോക്ക് ഭാഗത്തിൽ നിന്നുള്ള ആ ലാസ്റ്റ് താഴത്തെ ഷേപ്പ് അളവും ഇതിൻ്റെ ഫ്രണ്ട് അളവും സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന സെയിം അളവിലാണല്ലോ, അതുകൊണ്ട് ആ ഒരു അളവ് തന്നെ നമുക്ക് മേളിലത്തെ പാട്ടിനെ എടുക്കാം. ഷേപ്പിൻ്റെ ഭാഗത്ത് വരുന്ന പോർഷനിൽ ആ അളവ് എടുത്തിട്ടുണ്ട്. ഇനി നേരെ എത്രയാണ് നമ്മുടെ ലെങ്ത് എന്ന് നോക്കി ആ ലെങ്ത് അടയാളപ്പെടുത്താം. അപ്പം അതിൻ്റെ അളവ് ഞാൻ അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. മേളിൽ നിന്ന് കറക്റ്റായിട്ട് വലിച്ച് നമ്മൾ താഴത്തെ ആ പോയിന്റിൽ വരച്ചിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മേളിൽ നിന്ന് താഴത്തോട്ട് സൈഡിൽ ഒരു ഷേപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ യോക്ക് പാട്ടം ജോയി ചെയ്യുന്ന അവിടെ ആ ഷേപ്പിൽ നിന്ന് എടുത്തിട്ട് താഴത്തോട്ട് കുറച്ച് വിടർത്തി നമുക്ക് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്ന വരയിലേക്ക് അതൊന്ന് മുട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മുട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വെട്ടാം. അപ്പോൾ ഞാൻ ആദ്യം അടിയിലത്തെ ആ ജോയിൻ്റ് അങ്ങ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങ് വെട്ടിയതിന് ശേഷം നമുക്ക് ഷേപ്പ് ഭാഗത്തിൽ നിന്ന് വെട്ടാം. ഷേപ്പ് ഭാഗത്തിൽ നിന്ന് വെട്ടിയെടുത്ത് കേട്ടോ. വെട്ടുമ്പോൾ നമുക്ക് ലാസ്റ്റ് തുമ്പറ്റം വരുമ്പോഴത്തേനും അധികം വെട്ടിക്കളയാനുണ്ടാവില്ല, കാരണം കറക്റ്റ് അളവിലാണ് തുണി ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇനിതേ താഴത്തെ പാട്ട ലെയറാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഞാൻ അളവും സീം അലവൻസും കൂടെ വിട്ട് തയ്യൽ തുമ്പും കൂടെ വിട്ടിട്ടാണ് വെട്ടിയെടുത്തായിരുന്നത്. അപ്പോൾ ആ പീസിൽ നിന്ന് തന്നെ ഒരു ലെയറിന് വേണ്ടിയിട്ട് ഞാനൊരു അളവിൽ ഒരു 8 ഇഞ്ച് അളവിൽ താഴത്തുനിന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇതൊരു ലെയർ താഴെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അളവ് നമുക്ക് തികയത്തില്ല കേട്ടോ. ഈ താഴെ നിന്ന് കിട്ടിയ അളവും മേളിലത്തെ അളവ് സെയിം അല്ലേ, അപ്പോൾ അത് ഇച്ചിരി ഫ്ലയറൊക്കെ കൊടുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാലൻസ് വന്ന പീസിൽ നിന്ന് ഒരു 15 ഇഞ്ചോളം 2 പീസിനും ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും അറ്റാച്ച് ചെയ്യാൻ പാകത്തിന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് കൈ ചെയ്യാനായിട്ട് ഇതേ ഒരു പീസ് ബാലൻസിൻ്റെ കറക്റ്റ് തുണിയാണ് കേട്ടോ. കറക്റ്റായിട്ട് ഒരു കഷ്ണം ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കൈയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ കൈക്ക് വേണ്ടിയിട്ടുള്ള അളവെടുക്കാം. നമ്മൾ ഈ മടക്കിയ ഭാഗമില്ല, ആ മടക്കിയിലാട്ടോ നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തേണ്ടത്. ആദ്യം ലെങ്ത് അടയാളപ്പെടുത്തി, അതിനുശേഷം നമ്മൾ അപ്പർ ആമിൻ്റെ അളവ് അടയാളപ്പെടുത്തി, അതിനോടൊപ്പം സീം അലവൻസ് 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഇടാൻ കേട്ടോ. ഞാനിപ്പോൾ 1.5 ഇഞ്ചാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം അപ്പർ ആമിൻ്റെ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഒരു 3 ഇഞ്ച് എടുത്ത് താഴത്തോട്ട് അടയാളപ്പെടുത്തണം. ലോവർ ആമിൻ്റെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ മേളിലത്തെ ആ ലെങ്ത്തും അപ്പർ ആമിൻ്റെ ലെങ്ത്തും കൂടിയാണ് ഇപ്പം ലൈൻ വരച്ചേക്കുന്നത്. ഇനി നമ്മൾ ലെങ്ത്തിൻ്റെ പോയിൻറ്റും ഫസ്റ്റ് വെച്ചേക്കുന്ന ലെങ്ത്തിൻ്റെ പോയിൻറ്റ് അതിന് ഈ 3 എടുത്തിട്ടുണ്ട്. അപ്പർ ആമിൻ്റെ അളവിൽ നിന്ന് താഴത്തോട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണം. ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ലോവർ ആമിലേക്ക് ആ 3 ഇഞ്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് വരയ്ക്കണം. ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഇനി നമ്മളൊന്ന് കൈക്കുഴിയിലേക്ക് ഒന്ന് കുഴിച്ച് വരയ്ക്കണം. അത് കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത്തിൽ നിന്നും ഈ 3ലേക്ക് കൊടുത്തിരിക്കുന്ന അളവിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് നേരെ പകുതിക്ക് വെച്ച് മടക്കുക. എന്നിട്ട് ആ പകുതി വരുന്നിടത്ത് നമ്മളൊരു പോയിൻ്റ് ഇടുക.
അതിനുശേഷം ആ പോയിന്റിലേക്ക് ആ ലെങ്ത്തിൻ്റെ പോയിന്റിൽ നിന്നും മേളിലേക്കൂടെ ഒരു ഷേപ്പ് കൊടുക്കുക, കുറച്ച് വരച്ചെടുക്കുക. ഒരു ചെറുതായിട്ട് നമ്മൾ ഒന്ന് കേർവ് ഷേപ്പ് കൊടുക്കുക അവിടെ. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് താഴെ നിന്ന് ഒരു കേർവ് ഷേപ്പ് ഈ 3 ഇഞ്ച് താഴത്തോട്ടെടുത്ത ആ പോയിന്റിലേക്കും താഴത്ത് ചെറിയതായിട്ടൊന്ന് ഒരു 1/4 ഇഞ്ച് താഴത്തിന്ന് ഒരു കേർവ് ഷേപ്പ് കൊടുക്കുക. ഇതാണ് നമ്മൾ കൈക്ക് ഷേപ്പ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ഷേപ്പിൽ തന്നെ കൈ വെട്ടിയെടുക്കണം. ആ കേർവ് ഷേപ്പ് നമ്മൾ വരച്ചതിൽ കൂടെ വേണം നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ് കൈയുടെ ഷേപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അവസാനത്തെ വെട്ട് കഴിഞ്ഞിട്ടുള്ള യോക്ക് പാർട്ട്, താഴത്തെ പാർട്ടൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തയ്ക്കണ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ, കാരണം എല്ലാം കൂടെ ഒന്നിച്ച് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.